ഹായ് ടീച്ചേഴ്സ്, ഗുഡ് ഈവനിങ് ഫ്രം ജിദ്ദ. ഇന്ന് നിങ്ങളടുത്ത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ ഒരു സയൻസ് ടീച്ചറെയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന്റെ മുമ്പ് എല്ലാ ടീച്ചേഴ്സും, നിങ്ങൾ ഗൾഫിലേക്ക് ജോബ് നോക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. പിന്നെ ശത പറയുന്ന ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ്. നമ്മൾ ഓരോ ഇന്റർവ്യൂ അതുപോലെ ഓരോ കരിയർ ജേണി അവർ ചെയ്യുമ്പോഴും അവരെങ്ങനെയാണോ അപ്രോച്ച് ചെയ്തത്, അവരുടെ ഒരു കരിയർ ജേണിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് നോട്ട് ചെയ്യുക. അതാണ് നമ്മൾ ഈ കരിയർ ജേണി ചെയ്യുന്നതിലുള്ള ഒരു പേർപ്പസ് കേട്ടോ. അപ്പോൾ വീഡിയോ ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ശത സയൻസ് ടീച്ചർ ആണല്ലോ. യെസ് മാം. ഓക്കെ, ശതയുടെ ഒരു കരിയർ ജേണി എങ്ങനെയായിരുന്നു? എത്ര വർഷമായിട്ട് സൗദി അറേബ്യയിലുണ്ട്? അതുപോലെ ഞാനിപ്പോ എങ്ങനെയായിരുന്നു? ഇപ്പൊ ബ്രിട്ടീഷിലാണല്ലോ ടീച്ചറായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു പോസ്റ്റാണല്ലോ കിട്ടിയിരിക്കുന്നത് അല്ലെ? യെസ് എങ്ങനെയാണ് ആ മാം. കരിയർ ജേണി ഒന്ന് പറയാൻ പറ്റും? ഓക്കെ മാം. ഞാനിപ്പോൾ 10 years ആയിട്ട് ഇവിടെ. ഞാനിപ്പോൾ ഒരു 4 years ബാക്ക് വൺ വൺ ഇയർ ഞാനിവിടെ ഇന്ത്യൻ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു. ഓക്കെ, ആസ് എ അസിസ്റ്റന്റ് 4 years ആയിട്ടായിരുന്നു വർക്ക് ബാക്ക്, ചെയ്തത്. ഇപ്പൊ അടുത്തല്ല. യെസ്, 4 years ബാക്ക്. ഓക്കെ. പിന്നെ അതിൽ ഒരു 2 years ഗ്യാപ്പ് വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ BEd കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ആ BEd കംപ്ലീറ്റ് ചെയ്യുന്ന ലാസ്റ്റ് എക്സാമിന്റെ ടൈമിലാണ് ഞാൻ മെജൂസ് പാക്കിന്റെ വീഡിയോ കണ്ടത് യൂട്യൂബിൽ. ഓക്കെ. അങ്ങനെയാണ് ഞാൻ മാമിനെ പരിചയപ്പെടുന്നതും ഈ കാര്യങ്ങൾ കോഴ്സ് ഒക്കെ ചെയ്തതൊക്കെ. പിന്നെ ഇപ്പൊ ഞാൻ ബ്രിട്ടീഷിലല്ല മാം, അമേരിക്കനിലാണ്. അമേരിക്കൻ സ്കൂളാണ് ഗ്രേഡ് അല്ലേ? ഓക്കെ. ഗ്രേഡ് എയ്റ്റിലാണ് ഓക്കെ. ഗ്രേഡ് എയ്റ്റിലാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ. പിന്നെ എങ്ങനെയായിരുന്നു ആ ഒരു കരിയറിന്റെ ഇതാക്കുമ്പോ? മെജൂസ് പാർക്കിൽ വന്നു, അവിടുന്ന് ട്രെയിനിങ് ഒക്കെ എടുത്തു, അതിനോ പിന്നെ ഇവിടെ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അതിന്റെ മുന്നേ വേറെ സ്കൂളിലും കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന് ഒന്നും കൂടെ ബെസ്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്തു അല്ലെ? രണ്ട് ഉം. സ്കൂളിൽ സയൻസ് ടീച്ചർ ഇതായിട്ട് കിട്ടിയിരുന്നല്ലോ. അപ്പോ Yes, ma'am. ഇവിടെ ഇന്ത്യൻ സ്കൂളിലെ ഇന്റർവ്യൂവും ഒരു അമേരിക്കൻ സ്കൂളിലെ ഇന്റർവ്യൂവും തമ്മിൽ എങ്ങനെയായിരുന്നു ഒരു വ്യത്യാസം തോന്നിയത് ശതക്ക്? ഇന്ത്യൻ സ്കൂളിൽ ഞാൻ അവിടെ പോയ സമയത്ത് അവര് ജസ്റ്റ് എന്നോട് ഒരു ഡെമോ എടുക്കാൻ പറഞ്ഞു. KG സെക്ഷൻ ആയതുകൊണ്ട് ഒരു ലെറ്ററും തന്നു. പിന്നെ ഒരു റൈമും, ഏതെങ്കിലും ഒരു റൈം. ലെറ്റർ ആണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അവര് അതൊന്ന് ജസ്റ്റ് ഒരു 10 minutes ഒരു ഡെമോ എടുക്കാൻ പറഞ്ഞു. ഒരു 15 minutes തന്നു. ഞാൻ ജസ്റ്റ് പോയി അവരത് അങ്ങനെ ചെയ്തത്. ഇതിപ്പോ ഇവിടെ മിഡിൽ സ്കൂൾ ആയതുകൊണ്ട് അവര് എനിക്ക് ആ ഒരു അത്ര അറിവുള്ളായിരുന്നു. ഒരു ഡെമോ എടുക്കണം. പക്ഷേ ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ലെസൺ പ്ലാൻ ഉണ്ട്, വർക്ക് ഷീറ്റ്സ് ഉണ്ട്, PPT വേണം, അങ്ങനത്തെ കാര്യങ്ങൾ കുറേ അറിയണം. നമ്മൾ ഇന്ത്യൻ സ്കൂളിലും ഈ അമേരിക്കൻ സ്കൂളിലും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇവിടെ ടീച്ചിങ് എയ്ഡ്സ് ഒരുപാട് ഡിഫറെൻ്റ് ആണ്. നമുക്ക് അവിടെ ബുക്സ് വെച്ചിട്ട് ചെയ്താൽ മതി. ബോർഡാണ് ഇന്ത്യൻ സ്കൂളിൽ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്മാർട്ട് ബോർഡാണ്. PPT, ലെസൺ പ്ലാന്, വർക്ക് ഷീറ്റ്സ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ ചെയ്യാനുണ്ട്. അപ്പം അതൊക്കെ ഞാൻ ഈ മാമിന്റെ കൂടെ നിന്നിട്ടാണ് കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റിയത്. അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ കോഴ്സ്. താങ്ക് യു. അടുത്തത്, നമ്മുടെ CBSE സ്കൂളിൽ നിന്ന് ഇപ്പൊ ടീച്ചേഴ്സ് ഇപ്പൊ ഇങ്ങനെ അമേരിക്കൻ ബ്രിട്ടീഷ് സ്കൂളിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ശതക്ക് അവരോട് പറയാനുള്ളത്? ഒരു CBSE സ്കൂളിൽ നിന്ന് ഒരു ബ്രിട്ടീഷ് സ്കൂളിലേക്ക് ജോബ്, ഇപ്പൊ കുറെ ടീച്ചേഴ്സ് ഇപ്പൊ CBSEയിൽ നിന്ന് വരുന്നുണ്ട്. ഇവിടെ ഗൾഫിൽ നിന്ന് തന്നെ CBSEയിൽ വർക്ക് ചെയ്യുന്നവര് ബ്രിട്ടീഷ് അമേരിക്കനിലേക്ക്, പക്ഷെ അത് അമേരിക്കനിലാണല്ലോ ജോയിൻ ആയിട്ടുള്ളത്. ഉം. അവരോട് എന്താണ് പറയാനുള്ളത് ശതക്ക്? ആം, നമുക്ക് നമ്മളെ കൾച്ചർ വൈസും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നമ്മളെ സ്കൂൾ എൻവയോൺമെന്റ് എല്ലാതും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പം ശരിക്കും നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ട് വരുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നമ്മൾ ആസ് എ ഇന്ത്യൻ ടീച്ചറായിട്ട് വരുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് നമ്മൾ എങ്ങനെയാണ് ഒരു ഇന്റർനാഷണൽ ടീച്ചർ, എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, അത് നമ്മളൊരു ഐഡിയ വന്നിട്ട് നമ്മൾ അവിടെ പോയിട്ട് ഒന്നും അറിയാതെ പോകുന്നതിനേക്കാൾ നല്ലത് നല്ല ഒരു ഐഡിയ വരുത്തിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മാമിന്റെ ഗ്രൂമിങ് സെക്ഷനും അതും എല്ലാതും ഒരുപാട് ഒരുപാട് ഹെൽപ്പ് അപ്പോ ചെയ്തിട്ടുണ്ട്. നമ്മളെ നാട്ടിലെ ഒരു ഇന്ത്യൻ സ്റ്റുഡൻസ് മാത്രമാണ് നമ്മുടെ CBSE സ്കൂളിൽ വരുന്നത്. ഇവിടെ ആവുമ്പോ ഏത് സ്റ്റുഡൻസാ ശതയുടെ സ്കൂളിൽ മെയിൻലി ഏത് നാഷണാലിറ്റിയാണ് വരുന്നത്? സൗദീസ് ആണ്. സൗദി കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത് അല്ലെ? അപ്പോ ശതക്ക് അതുപോലെ തന്നെ പിന്നെ ലാംഗ്വേജിന്റെ കാര്യത്തിൽ ഇംഗ്ലീഷ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? എങ്ങനെയാണ്? കുറെ ടീച്ചേഴ്സ് വിചാരിക്കുന്നുണ്ട് നേറ്റീവ് സ്പീക്കേഴ്സിനെ പോലെ സംസാരിക്കണം, ആ ഒരു ടെൻഷൻ വന്നു ശതക്കോട്? ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഇവിടെ സൗദി ടീച്ചേഴ്സും പിന്നെ അറബ് സ്പീക്കിംഗ് കൺട്രീസിൽ നിന്ന് വരുന്ന ടീച്ചേഴ്സും ഉണ്ട്. ട്യൂണീഷ്യൻസ്, ജോർദാൻസ്. അവർ ഇംഗ്ലീഷൊന്നും അത്ര പെർഫെക്റ്റ് അല്ല.
ഓ, കൂടുതൽ അവർ മിക്സ് ആയിട്ടാണ് അറബ് രണ്ടും കൂടി സംസാരിച്ചിട്ടാണ് അവർ ക്ലാസ് മാനേജ് ചെയ്യണത്. നമുക്ക് പക്ഷേ ഇംഗ്ലീഷ് മാത്രമേ, പക്ഷെ എന്നാലും അവരതും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മൾ സ്റ്റാഫ് റൂമിൽ നിന്ന് സംസാരിക്കുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഒന്നുമല്ല. അതുകൊണ്ട് ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ പേടിക്കണം. നമുക്ക് അത്യാവശ്യം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയ ഇംഗ്ലീഷും, പിന്നെ നമ്മളൊന്ന് തലേ ദിവസം നമ്മൾ പിറ്റേ ദിവസം നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യുമല്ലോ എന്തൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഞാനിപ്പോൾ ചെയ്യുന്നത് ചാറ്റ് ജി പി ടി ഒന്ന് നോക്കിയിട്ട് നമ്മൾ, അല്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് നോക്കിയിട്ട് നമ്മൾ പ്രൊനൗൺസിയേഷൻ ഒന്ന് കറക്റ്റ് ആക്കിയാൽ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ ഇപ്പൊ ഇന്ത്യൻ സ്കൂളിൽ സ്മാർട്ട് ബോർഡ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അല്ല, ഇപ്പം അവിടെ സ്മാർട്ട് ബോർഡ് ആക്കിയാണ്. ഞാൻ വർക്ക് ചെയ്ത സമയത്ത് സ്മാർട്ട് ബോർഡ് അല്ലായിരുന്നു. ഇപ്പൊ ഇവിടെ അമേരിക്കൻ സ്കൂളിൽ സ്മാർട്ട് ബോർഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ യൂസ് സ്മാർട്ട് ചെയ്യുന്നത്. ബോർഡാണ്, സ്മാർട്ട് അല്ലെ, ബോർഡാണ്. നമുക്ക് ഒരു മലയാളി ടീച്ചർക്ക് കിട്ടാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ഇല്ലില്ല, ചെയ്ത് പോയാൽ അത് കിട്ടാവുന്നതല്ലേ സിമ്പിൾ ഉള്ളൂ. ആണ്. അവര് കുട്ടികൾ വരെ കാണിച്ചു തരും. ഞാൻ ഫസ്റ്റ് എനിക്ക് കുറച്ച് ഒന്ന് രണ്ട് ഡൗട്ട്സ് ഒക്കെ വന്നപ്പോൾ അവര്, പിന്നെ നമുക്ക് ആദ്യം നമ്മൾ സൂപ്പർവൈസർ ഒന്ന് കാണിച്ചു തരും എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ഒരു പ്രശ്നമില്ല. പിന്നെ അതിന്റെ അടുത്ത് തന്നെ മിക്ക സ്കൂളിലും ഞാൻ കണ്ടത്, ഞാൻ വേറൊരു സ്കൂളിൽ ഇന്റർവ്യൂക്ക് പോയപ്പോഴും ഞാൻ കണ്ടത് അതിന്റെ അടുത്ത് തന്നെ നമ്മൾ നോർമൽ ബോർഡും ഉണ്ട്. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. അങ്ങനെ ആയിട്ട് അത് ഓരോ സ്കൂളിന് അവരെ റിക്വയർമെന്റ്സ് പറയുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി. അപ്പൊ അതിനെക്കുറിച്ചും ടെൻഷൻ അടിക്കണ്ട, ടീച്ചേഴ്സ് നോട്ട് ചെയ്യണം കേട്ടോ. ഇനി അടുത്തത് ശത അവർക്ക് അറിയേണ്ടി വരിക, ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഇന്റർവ്യൂ ബോർഡ് ആയിരുന്നോ, ഇന്റർവ്യൂ എങ്ങനെയായിരുന്നു ആ ഒരു ഇന്റർവ്യൂ എക്സ്പീരിയൻസ്? എനിക്ക് ഫസ്റ്റ് അവർ എന്നോട് ഞാൻ പോയ സമയത്ത് എന്നോട് പറഞ്ഞത് ഡെമോ എടുക്കാനാണ്. ഡെമോ കഴിഞ്ഞതിന്റെ ശേഷമായിരുന്നു എനിക്ക് ഇന്റർവ്യൂ. ഓ, ഇത് വേറെ ആദ്യം ടീച്ചേഴ്സിനൊക്കെ അവർക്ക് ഡിഫറെന്റ് പഠിപ്പിക്കുന്നത് ആയിട്ടാണ് ഇത്. കാണണം. ഓക്കെ. ആ അവർ ലെസൺ പ്ലാൻ ചോദിച്ചു, ഞാനത് കൊടുത്തു. ലെസൺ പ്ലാന് മാം പറഞ്ഞിരുന്നു. പക്ഷെ അവർ എന്നോട് വിളിച്ച സമയത്ത് ഇന്റർവ്യൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ മാം പറഞ്ഞിരുന്നല്ലോ, അവർ ചിലപ്പോൾ അവർ പറയും, എന്നെ വിളിച്ച അവർക്ക് ഇംഗ്ലീഷ് വല്ലാതെ അറിയില്ലായിരുന്നു, റിസപ്ഷൻ എന്നായിരിക്കാം. അപ്പൊ അവരോട് ഞാൻ ചോദിച്ചു ഇന്റർവ്യൂ ഡെമോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവര് അല്ല മാഫി ഇന്റർവ്യൂ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ ഇന്റർവ്യൂ ആയിരിക്കും. പക്ഷെ മാം പറഞ്ഞു തന്നിരുന്നു എപ്പോഴും നമ്മൾ ഒരു, അത് മാമിന്റെ ആ ഒരു, മാമിനോട് താങ്ക്സ് പറയണം. കാരണം നമ്മൾ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കണമെന്ന് നല്ലതാണ്. അപ്പോൾ മാം പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ ആ സ്ലൈഡിൽ ഞാനത് ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ അവർക്ക് നല്ലതായിട്ടുണ്ടായിരിക്കണം എന്നെ സെലക്ട് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് അപ്പോൾ അവര് ഡെമോ എടുക്കാൻ പറഞ്ഞു. സൂപ്പർവൈസറും പിന്നെ അസിസ്റ്റന്റ് പ്രിൻസിപ്പളും പിന്നെ അക്കാഡമിക് സൂപ്പർവൈസറും അങ്ങനെ ആയിട്ട് 3 പേരായിരുന്നു. സ്റ്റുഡൻസ് ഇല്ലായിരുന്നു. ഓക്കെ. പക്ഷെ അപ്പൊ ഇതിന്റെ ഡെമോ മുന്നേ പോയത്, ചെയ്തിട്ട്, ഡെമോ ചെയ്യുന്ന സമയത്ത് സബ്ജക്ട് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല ഡെമോ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഇന്ററാക്ഷൻ കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റിയിൽ അവർ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആൻസേഴ്സ് പറഞ്ഞ്, അല്ലാതെ ലാസ്റ്റിലേക്കാണ് എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഏത് ഏത് ടോപ്പിക് ആയിരുന്നു? ഗ്രേഡ് 8 സയൻസിലെ സയൻസ് ടീച്ചേഴ്സിന് വേണ്ടി ഒന്ന് പറയൂ, ടോപ്പിക് ഏതായിരുന്നു? ഞാൻ പ്ലാൻസ് അല്ലായിരുന്നു എടുത്തിരുന്നത്, പാർട്സ് ഓഫ് പ്ലാൻ. പ്ലാൻ. പിന്നെ ഒരു എത്ര മിനിറ്റ് ഡെമോ എടുത്തിട്ടുണ്ടാവും? അതൊരു 15 മിനിറ്റ്സ് ആയിരുന്നു. ഓ, ഞാൻ അത് 15 സ്കൂളിനെ ഡിപ്പെൻഡ് മിനിറ്റ്. ചെയ്തിരിക്കും, ചില സ്കൂളിൽ ആ 5 മിനിറ്റ്സ് പിന്നെ ആയിരിക്കും. നമുക്ക് കുട്ടികളെ കിട്ടുകയാണെങ്കിൽ ആ ഒരു ഇന്ററാക്ഷൻ, ഇതിപ്പോ ഈ ഒന്നുകൂടെ ഒരു മൂന്ന് ഈസിയാണ്. പേരായതുകൊണ്ട് അപ്പൊ കുറച്ച് ഒന്ന് ഷോർട്ട് ആയി പോയി. നമ്മൾ കുട്ടികളും കൂടി കിട്ടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ലോങ് ആക്കാൻ പറ്റും ആ ഒരു ഡെമോ. അപ്പൊ ഇതിന്റെ മുന്നേ ഞാൻ പോയ സ്കൂൾ അവിടെ നമുക്ക് കുട്ടികളായിരുന്നു, നമുക്ക് സ്റ്റുഡൻസ് ആയതുകൊണ്ട് സ്റ്റുഡൻസിന്റെ മുമ്പിൽ നമുക്ക് അവരോട് ഇന്ററാക്ഷൻ ചെയ്ത് നമുക്ക് അവരോട് കുറെ കുട്ടികളുണ്ടാവല്ലോ, അപ്പൊ നമുക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഇവിടെ ഇവര് 3 പേരായതുകൊണ്ട് ആ ഒരു ഇത് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. അപ്പോ നമ്മള് എന്താ, ടീച്ചേഴ്സ്, നിങ്ങൾ വാച്ച് ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, എപ്പോഴും നമ്മൾ ട്രെയിനിങ്ങിലും പറയുന്ന കാര്യമാണ്, എനി ടൈം അവർ നമ്മളെ കൊണ്ട് ഡെമോ, ചിലപ്പോൾ ഓൺ ടൈം ആയിരിക്കും, ചിലപ്പോൾ ഡെമോ ചെയ്യിപ്പിച്ചിട്ടാണ് അവര്. ഡെമോ 2 ദിവസം തരും നമുക്ക്, പക്ഷെ അതൊക്കെ അപ്പൊ തന്നെ എടുപ്പിച്ചു എന്ന് പറഞ്ഞു. ഈ ഡെമോ കഴിഞ്ഞിട്ട് പിന്നെ ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു അവര്? ഇല്ല, ഡെമോ കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. അപ്പൊ അവർക്ക് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, അവർക്ക് ആ പഠിപ്പിക്കുന്ന സ്റ്റൈലാണ് കാണേണ്ടിയിരുന്നത് അല്ലേ? ആ അങ്ങനെ. ക്വസ്റ്റ്യൻ ഈ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ് ഞങ്ങൾക്കൊരു 2 കാൻഡിഡേറ്റ്സും കൂടെ ഉണ്ട്, അതും കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫൈനൽ ചെയ്തിട്ട് നിങ്ങളെ ഇൻഫോം ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം അവർ വിളിച്ചിട്ട് ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെയായിരുന്നു പ്രിൻസിപ്പൾ ഇന്റർവ്യൂ ചെയ്തത്. ഓക്കെ, അപ്പൊ അതില് ശതയെ ഫൈനലൈസ് ചെയ്തു, പക്ഷെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി അല്ലേ? അപ്പൊ യെസ്. ഇത്ര ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എനിക്ക് ഇനി ടീച്ചേഴ്സിന്റെ അടുത്ത് പറയാന്. ഇപ്പോ ശത ഇന്നത്തെ 4മത്തെ ടീച്ചറാണ് കരിയർ ജേണി ചെയ്യുന്നത്. ഓരോ ടീച്ചേഴ്സിന്റെ ഇതിൽ നിന്നും ഇപ്പൊ ശത അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ജോബ് കിട്ടുന്നത്. കാരണം നമ്മൾ ട്രെയിനിങ് എടുത്താലും
നമ്മളെ ഡിഗ്രി പഠിച്ചാലൊക്കെ നമ്മൾ അതിലേക്കുള്ളൊരു ആക്ഷൻ എടുത്ത് അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്യുക. എല്ലാവർക്കും ഇതുപോലെ അമേരിക്കൻ ബ്രിട്ടീഷ് സ്കൂളിൽ ജോബ് കിട്ടുന്നതാണ്. അതുപോലെ നാട്ടിലുള്ള ടീച്ചേഴ്സിന്റെ അടുത്ത് പറയാന്, ഷെദ ഇവിടെ സൗദിയിൽ സ്കൂളിലാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിന് ദുബൈ, ഖത്തറിലൊക്കെ വിസ കിട്ടിയ ടീച്ചേഴ്സ് ഉണ്ട്, നാട്ടിൽ നിന്ന് ഇന്റർവ്യൂ എടുത്തിട്ടുള്ള. അപ്പൊ നിങ്ങൾ നാട്ടിലുള്ളവര് ഇനി ഗൾഫിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, നല്ല സ്കൂൾസ് കാര്യങ്ങൾ വെബ്സൈറ്റ് ഒക്കെ നോക്കിയിട്ട് CV സെൻഡ് ചെയ്ത് കൊടുക്കാൻ നോക്കുക. നെക്സ്റ്റ് അക്കാദമിക് ഇയറിലേക്കുള്ള ടീച്ചേഴ്സിനെ ഹയർ ചെയ്ത് തുടങ്ങുന്നുണ്ട് കേട്ടോ. സോ ഷദ, താങ്ക് യു സോ യെസ് മാം. മച്ച്, കൺഗ്രാറ്റുലേഷൻസ്. മാം താങ്ക് യു മാം. വേറൊരു കാര്യം കൂടി എനിക്ക് ആഡ് ഓൺ ചെയ്യാനുണ്ടായിരുന്നു. ഓക്കെ ഒരുപാട് പേര് എനിക്ക് ഈ ജോബ് കിട്ടിയത് അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ ലിങ്ക്ഡിനിലാണ് അപ്ലൈ ചെയ്തത്. ഓക്കെ. ഒരുപാട് പേര് പറയായിരുന്നു ലിങ്ക്ഡിനിൽ കിട്ടുന്നില്ല. കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ ലിങ്ക്ഡിനിലും നിങ്ങൾ ട്രൈ ചെയ്യണം. ലിങ്ക്ഡിനിലൂടെ അപ്ലിക്കേഷൻ കൊടുക്കാൻ നോക്കുക, കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഉണ്ട് ലിങ്ക്ഡിനിൽ. ലിങ്ക്ഡിനിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ലിങ്ക്ഡിനിലൂടെ എന്ന് പറഞ്ഞാൽ ലിങ്ക്ഡിനിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ അത് വരുന്നത്. പിന്നെ നമ്മൾ HBITയിൽ ലിങ്ക്ഡിന്റെ ഓപ്റ്റിമൈസേഷൻ, ലിങ്ക്ഡിന്റെ ഇമ്പോർട്ടൻസ് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. യെസ്, അത് അതുപോലെ ഒരുപാട് ചെയ്യാം. ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ലിങ്ക്ഡിനിൽ. അതുപോലെ നമ്മൾ ഡയറക്റ്റ് CV കൊടുക്കുന്നതും അതും ഓക്കെയാണ്. അതും അല്ലെങ്കിൽ നല്ല ലിങ്ക്ഡിനിലൂടെ. റിസൾട്ട് അതുണ്ട്. പക്ഷെ ലിങ്ക്ഡിനിൽ ഞാൻ അത് പറയാൻ കാരണം, ഒരുപാട് പേര് ലിങ്ക്ഡിനിൽ ഇല്ല, ഞാൻ കുറേ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ ലിങ്ക്ഡിനിലും ട്രൈ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അതിൽ നമുക്ക് ഒരുപാട് ലിങ്ക്ഡിനിലാണ് നല്ല വാക്കൻസീസ്. ജോബ് കിട്ടുന്നത്. ഇപ്പൊ ഷദയൊക്കെ നല്ല റെപ്യൂട്ടഡ് സ്കൂളിലാണ് ഇപ്പൊ കയറിയിരിക്കുന്നത്, നമുക്കറിയാം. അപ്പൊ ഇതുപോലുള്ള ടോപ്പ് സ്കൂൾസിലെ വേക്കൻസി ഒക്കെ വരുന്നത് ലിങ്ക്ഡിൻ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലാണ്. സോ ടീച്ചേഴ്സ്, നിങ്ങൾ ലിങ്ക്ഡിനിൽ നല്ലൊരു അക്കൗണ്ട് ഉണ്ടാക്കുക. HBIT എടുത്ത ടീച്ചേഴ്സിന്റെ അടുത്ത് പറയാന്, നമ്മൾ ആ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ട് ലിങ്ക്ഡിൻ സെറ്റാക്കി വെക്കുക. എന്നിട്ട് ഈസി അപ്ലൈ ആയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക. താങ്ക് യു ഷദ. താങ്ക് യു ഓക്കെ, സോ താങ്ക് യു.